ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അവൻ്റെ വിചാരങ്ങൾ നിറയണം. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തിൻ്റെതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. നിന്റെ ശരീരം പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ കോണുകളിലും നിറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്നെ വീണ്ടെടുക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും എല്ലാ തകർച്ചകളും വ്യക്തമായി അറിയുന്ന ഒരു ദൈവം, നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പരിഹാരങ്ങളില്ല എന്ന് നീ കരുതുന്ന പല കുഴികളിൽ നിന്നും നിന്നെ കരം പിടിച്ചുയർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മളെ വീണ്ടെടുക്കുവാനായി ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് നമ്മളെക്കാൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് അതിയായ ആഗ്രഹത്തോടെ നമ്മുടെ പിന്നാലെ വരുന്നൊരു ദൈവമാണ്. അവൻ്റെ മനുഷ്യാവതാരം തന്നെ അതായിരുന്നു. ഒരു മനുഷ്യൻ കുഴിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ പിന്നാലെ നടന്നു ചെന്ന് അവിടെ കുഴിയുണ്ടെന്നും മുന്നോട്ട് പോകരുതെന്ന് പറയുവാനായിട്ടൊരു സ്നേഹം വേണം. പക്ഷെ നമ്മുടെ ദൈവം ചെയ്തതല്ല. വീണ്ടും വീണ്ടും തിരസ്കരിച്ച് നമ്മൾ അവനെ ഉപേക്ഷിച്ച് കുഴിയുടെ വഴിയിലേക്ക് പോയപ്പോൾ അവിടെ പിന്നാലെ നടന്ന് അവൻ പറഞ്ഞു, നടക്കരുത്, അവിടെ കുഴിയുണ്ട്, നീ വീണു പോകും. എന്നിട്ടും തിരസ്കരിച്ച് അഹങ്കാരത്തോടെ നമ്മൾ നടന്ന ആ വഴികൾ നമ്മൾ വലിയ കുഴികളിലേക്ക് നിബന്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അവനെന്താണ് ചെയ്തത്? അവൻ നമുക്ക് വേണ്ടി ആ കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ തോള് കാണിച്ചു തന്നു. അവൻ്റെ തോളിലേക്ക് ചവിട്ടി ആ കുഴിയിൽ നിന്ന് കരകയറുവാൻ അവൻ ആ കുഴിയിലേക്ക് ഇറങ്ങുകയും അതിലില്ലാതാവുകയും ചെയ്തു. അതാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം. സ്വയം ഇല്ലാതാക്കി നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. കുടുംബത്തിലുള്ള ഓരോ വ്യഗ്രതകളെയും സമർപ്പിക്കാം. കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആകുലതകളെയും സമർപ്പിക്കാം. എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, എന്തിന്റെ പേരിലാണ് നമ്മൾ കരഞ്ഞു ജീവിതം തീർക്കുന്നത്, എന്തൊക്കെ ആവശ്യങ്ങളുടെ പേരിലാണോ ഒക്കെ നമുക്ക് ഒരു നിമിഷം പോലും ഉറങ്ങാനാവാത്തത്, എത്രയോ രാത്രികളാണ് നമ്മൾ ഉറങ്ങാനാവാതെ വെളുപ്പിച്ച് തീർത്തിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വലിയ തീരാ പ്രശ്നങ്ങളുമായിട്ടാണ്, എൻ്റെ കുടുംബത്തിലെ വലിയ ഭാരങ്ങളുമായിട്ടാണ്. എൻ്റെ കുടുംബത്തെ തളർത്തിക്കളയുന്ന വലിയ കടഭാരങ്ങളാണ്, സാമ്പത്തിക ഭാരങ്ങളാണ് എന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന വലിയ സാമ്പത്തിക ഭാരങ്ങൾ ഒരിക്കൽ പോലും അഭിമാനത്തോടെ ഇറങ്ങി നടക്കാനാവാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. മക്കളെ പറ്റിയുള്ള ആകുലതകൾ, വളർത്തിക്കൊണ്ടുവന്ന മക്കളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ചില തിക്താനുഭവങ്ങൾ, ചില പ്രതിസന്ധികൾ, അവർ ചില ബന്ധനങ്ങളിൽ അകപ്പെട്ടതുപോലെ അവർ കൈവയ്ക്കുന്നതൊന്നും നല്ല വഴിക്ക് പോകുന്നില്ല. ഒരു മാതാവിനെ പോലെ, ഒരു അമ്മയെ പോലെ പലപ്പോഴും നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. എൻ്റെ മക്കൾ കുരിശിന്റെ വഴിയിലൂടെ യാത്രയാകുന്നത്, സഹനങ്ങളുടെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നത്, ഒറ്റപ്പെടുത്തലുകളുടെ വഴിയിലൂടെയും പരിഹാസങ്ങളുടെ വഴിയിലൂടെയും എല്ലാം നമ്മുടെ മക്കൾ നടന്നു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അമ്മയെ കഴിയുന്നുള്ളൂ. അമ്മയുടെ പക്കലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുകാം. എൻ്റെ ഈശോയെ, ഉറക്കെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും തൊട്ടറിയുകയും ചെയ്യുന്ന നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഉത്തരം നൽകണമേ. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എന്റെ ജീവിതത്തെ അർത്ഥമില്ലാതെയാക്കുമ്പോൾ എൻ്റെ ഈശോയെ, നിന്റെ കാൽക്കലാണ് ഞാൻ അണയുന്നത്, നിന്റെ സന്നിധിയിലേക്കാണ് ഞാൻ ഓടി വരുന്നത്. എന്നെ വീണ്ടെടുക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എന്റെ കുടുംബത്തെ നിന്റെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും നിന്റെ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്താം. ഞങ്ങളെ വീണ്ടെടുക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തുക. ഇത് വീണ്ടെടുപ്പിന്റെ സമയമാണ്, രക്ഷയുടെ സമയമാണ്. ആ രക്ഷയുടെ പക്കലേക്കാണ് നമ്മൾ സ്വയം സമർപ്പിക്കാൻ പോകുന്നത്. ദൈവത്തിനെ രക്ഷിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, വീണ്ടെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, ശക്തിപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ അവന് നിന്നു കൊടുക്കുക, അവനോട് ചേർന്ന് കൊടുക്കുക. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാക്കും, രക്ഷ എന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ആകെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാത്രമാണ്. അവന്റെ കരങ്ങളോട് ചേർന്ന് നിൽക്കുക. രക്ഷിക്കണമെന്ന വാശിയുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് മുറുകെ പിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നിന്റെ ഓരോ പ്രശ്നങ്ങളും അവൻ പതിയെ
പതിയെ തുടച്ചു നീക്കും. നിന്റെ എല്ലാ ഭാരങ്ങളും അവൻ പതിയെ പതിയെ എടുത്തു നീക്കും. നിന്റെ ഓരോ സങ്കടങ്ങളെ നേരങ്ങളെ അവൻ കണ്ണുനീർത്തുള്ളികൾ ഓരോന്നായിട്ട് തുടച്ചു മാറ്റുകയും ചെയ്യും. ആ ദൈവത്തിന്റെ പക്കലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും നീട്ടിവെച്ചുകൊണ്ട് ആ രണ്ട് കരങ്ങളും നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലെ എല്ലാ ആകുതികളെയും സമർപ്പിച്ചുകൊണ്ട് അവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയുള്ള ദൈവമേ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. ശക്തിയുള്ള ദൈവമേ ശക്തി പകർന്നു തരണമേ. ശക്തിയുള്ള ദൈവമേ ശക്തി പകർന്നു തരണമേ. ശക്തിയുള്ള ദൈവമേ ശക്തി പകർന്നു തരണമേ. ഞങ്ങളെ താങ്ങി നിർത്തുന്ന ദൈവമേ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങൾ സുഖമാക്കുന്ന ദൈവമേ ഞങ്ങളെ രോഗങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. രോഗങ്ങൾ ഓരോന്നും സുഖപ്പെടുത്തുകയും ഒരു വാക്കുകൊണ്ട് എല്ലാം മാറ്റുകയും ചെയ്ത ദൈവമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അതിശയത്തോരത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിസ്സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിസ്സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഈശോ സ്വീകരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായ സംസ്ഥാനങ്ങളിലിരിക്കാം. നമ്മുടെ വചനം ശ്രവിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കിയാണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഒരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ നിരാശരാണോ അതോ പ്രത്യാശയുള്ളവരാണോ? നിങ്ങൾ നിരാശരാണോ അതോ പ്രത്യാശയുള്ളവരാണോ? പ്രത്യാശയുള്ളവരാണല്ലേ. എത്ര ജീവിതത്തിൽ എന്തൊക്കെ ആകുലതകളുണ്ടെങ്കിലും നമ്മൾ പ്രത്യാശയുള്ളവരാണ്. നിങ്ങളുടെ ഉള്ളില് ഞാൻ ചോദിക്കാൻ അറിയാം, നിങ്ങൾ ഇത്രയും പേര് വിളിക്കുന്നതിനകത്ത് എല്ലാവരുടെയും മനസ്സിലൊരു പ്രത്യാശയുണ്ട്. പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. കാരണം നിരാശ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. നിരാശയും കുറ്റബോധവും നമ്മളെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയമില്ലാത്തവരായിട്ട് മാറ്റും. നിരാശയും കുറ്റബോധവും നമ്മൾ ദൈവത്തെ മറക്കാനായിട്ട് കാരണമാകും. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ലാതെ, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ പതിയെ പതിയെ നമ്മുടെ നിരാശ നമ്മുടെ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ അകറ്റിക്കൊണ്ടേയിരിക്കും. അവിടെ നിരാശരാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്: നിരാശരാകരുത്. കാരണം ദൈവത്തിനറിയാം, നീ നിരാശനായി തീർന്നാൽ നീ എന്റേതല്ലാതായിട്ട് മാറും. നീ നിരാശനായി തീർന്നു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ ദൈവമില്ലാതെയാകും. പക്ഷേ നിനക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ എടുത്ത് കീഴ്മേമഴിക്കുന്ന പ്രശ്നങ്ങൾക്ക് നടുവിലും നീ ദൈവത്തെ അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരിക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാവരും പറയും ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞാലും നീ മനസ്സിന്റെ ഉള്ളിൽ പറയും, എന്റെ ദൈവം കൂടെയുണ്ട്, പരിഹാരമുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയും, പ്രത്യാശയുണ്ടെന്ന് പറയും. അതുകൊണ്ട് പ്രത്യാശയുള്ളവൻ ദൈവത്തെങ്കിലേക്ക് ചേരുന്നു. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോഴും നമ്മൾ കുമ്പസാരക്കൂടിലേക്ക് ഓടിയെടുക്കുന്നതിന്റെ കാരണം എന്താണ്? പ്രത്യാശയുണ്ട്. അവിടെ ഇരിക്കുന്നവൻ എന്നോട് ക്ഷമിക്കാനായിട്ട് കാത്തിരിക്കുന്നതാണ് പ്രതീക്ഷ. ആ ഒരു പ്രത്യാശയുള്ളത് കൊണ്ട് തന്നെ അവന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെ ഞാൻ ആശ്രയിക്കും. അതുകൊണ്ട് തന്നെ പാപങ്ങൾ എന്നെ എത്രയൊക്കെ അലട്ടിയാലും വീണ്ടും നടക്കണം ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രയോ പേരെ വിശുദ്ധരെന്ന് വിളിക്കുന്നുണ്ടല്ലേ. ഇതിൽ പരിശുദ്ധ കന്യകാമറിയം ഒഴികെ ബാക്കിയുള്ള വിശുദ്ധരുടെയൊക്കെ പ്രത്യേകത എന്താണ്? എല്ലാവരും മനുഷ്യരായിരുന്നു. അവർ വീഴ്ചകൾ ഉണ്ടായിരുന്നവരായിരുന്നു. വീഴ്ചകളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നു ഈ വിശുദ്ധരെല്ലാവരും. പക്ഷെ എന്നിട്ടും നമ്മൾ അവരെ വിളിക്കുന്നത് വിശുദ്ധരെന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാ? ദൈവം പ്രതീക്ഷിച്ചൊരു വിശുദ്ധി അവർക്കുണ്ടായിരുന്നു. ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധി എന്താണ്? ദൈവത്തിന് അറിയാം നീ മനുഷ്യനാണെന്ന്. നിന്റെ ദൗർബല്യങ്ങളും വീഴ്ചകളും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മളെ കൊണ്ടാവാത്തതൊന്നും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിനറിയാം മനുഷ്യനെന്ന രീതിയിൽ നിനക്ക് പറ്റുന്നത് എന്താണ്, അതാണ് നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ജീവിതകാലം മുഴുവൻ ഒരു വീഴ്ചയും ഇല്ലാതെ, ജീവിതകാലം മുഴുവൻ ഒരിക്കൽ പോലും പതറാതെ, ജീവിതകാലം മുഴുവൻ ഒരിക്കൽ പോലും തളരാതെ നീ ദൈവത്തെ പോലെ ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിനറിയാം നീ മനുഷ്യനായതുകൊണ്ട് തന്നെ നീ വീണു പോകും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി, നീ ഓരോ തവണ വീഴുമ്പോഴും ദൈവത്തിലേക്ക് വീണ്ടും നടക്കുവാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. ഒരു വീഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ തന്നെ കിടക്കുന്നവനാകരുത്. അതിന്റെ മാതൃകയാണ് ഈശോ കുരിശിൽ വന്നപ്പോൾ കാണിച്ചു തന്നത്. ഈശോ എന്തുകൊണ്ടാണ് 3 തവണ വീണത്? ഒരു തവണ വീണപ്പോഴത്തേക്കും അവിടെ കിടക്കാതെ വീണ്ടും എണീറ്റ് നടക്കാൻ പരിശ്രമിച്ചു. രണ്ടാമതും വീണു, അവിടെ കിടക്കാതെ വീണ്ടും നടക്കാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ 3ാമതും വീണു, അവിടെയും കിടന്നില്ല, വീണ്ടും നടന്നു. അപ്പോഴാണ് ബലി പൂർത്തിയായത്. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുരിശിന്റെ വഴിയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് ഞാൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നീ വീണു പോകും, നീ വീഴ്ചയുള്ളവനാണ്, നീ മനുഷ്യനാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദൗർബല്യത്തോടു കൂടിയാണ്. ബാക്കി എല്ലാം സൃഷ്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നെ സൃഷ്ടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നന്നായിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? നീ ദൗർബല്യങ്ങളും കുറവുകളുള്ളവനാണെന്ന് വ്യക്തമായിട്ട് നിന്നെ സൃഷ്ടിച്ച ദൈവമായി എനിക്കറിയാം. മറ്റാർക്കും അറിയില്ലെങ്കിലും, നീ പോലും സമ്മതിച്ചു തന്നില്ലെങ്കിലും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നീ കുറവുകളുടെ മനുഷ്യനാണെന്നുള്ളത്. അതുകൊണ്ട് നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ വിശുദ്ധി? വീണ് കഴിയുമ്പോഴത്തേക്കും അവിടെ തന്നെ കിടക്കരുത്, എണീറ്റ് നടക്കാൻ പരിശ്രമിക്കുക. നിന്നെ കൊണ്ട് പറ്റുന്നത്രയും ദൂരം വീണ്ടും നടക്കുക. അത് ചിലപ്പോൾ 1 ചുവടായിരിക്കും, 2 ചുവടായിരിക്കും, 3 ചുവടായിരിക്കും. വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുക. നീ ചിലപ്പോൾ വീണ്ടും വീണു പോവും. പക്ഷേ നീ വീണ്ടും വീണെന്ന് കരുതി നിന്നെ തള്ളിക്കളഞ്ഞൊരു ദൈവമല്ല നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നേരെ മറിച്ച് നീ വീണ്ടും പിച്ച വെച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അതാണ് വിശുദ്ധി. ക്രൈസ്തവരായ നമ്മളിൽ നിന്ന് നമ്മുടെ ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധി അതാണ്. അതായത് വീണു പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ വീണിടത്ത് കിടക്കരുത്.
അപ്പൊ പിന്നെ വിശുദ്ധി എന്താണ്? വലിയ വിശുദ്ധി, ചെറിയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടെടുത്തുനിന്ന് നീ വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ ചെല്ലാനായിട്ട് എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയം, അതാണ് നിന്റെ വിശുദ്ധി. ആ സമയം ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അതായത് വീണ്ടും അവിടെ നിന്ന് എണ്ണീറ്റിട്ട് ഈശോയുടെ പക്കലേക്ക് തിരിച്ചു നടക്കാനായിട്ട് നമ്മൾ ഒത്തിരി കാലഘട്ടങ്ങൾ എടുത്തെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. പക്ഷെ ഓരോ തവണ പാപം ചെയ്യുമ്പോഴും തെറ്റ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചു നടക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ വിശുദ്ധിയോട് ഒത്തിരി അടുത്ത് കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. നിങ്ങൾ പ്രത്യാശയുള്ളവനായിരിക്കാം, നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല. നിന്നെ തള്ളിക്കളയൊരു ദൈവമല്ല ഞാൻ, വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണെന്നൊരു ഉദാഹരണം വ്യക്തമായിട്ട് പുതിയ നിയമത്തിലൂടെ നമുക്കൊന്ന് കണ്ണൊഴിച്ചാൽ നമുക്ക് മനസ്സിലാവും. പുതിയ നിയമത്തിലൂടെ ഈശോ എന്താ നമ്മളോട് പറയാൻ ശ്രമിച്ചത്, ഈശോ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചതെന്ന് പുതിയ നിയമത്തിലൂടെ വെറുതെ ഒന്ന് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ചെകഞ്ഞൊന്നും പോകുന്നില്ല. 1, 2, 3 ഈശോ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എടുത്തിട്ട് ഈശോ അതിലൂടെ എന്താണ് നമ്മളോട് പറഞ്ഞു നോക്കാം. ആദ്യം ഈശോ ചെയ്തത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആലോചിച്ച് നോക്കി, ഈശോയുടെ പുത്രനായ ദൈവത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്രനായ ദൈവത്തിന്റെ ഉത്തരവാദിത്വം, ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സ്വർഗത്തിലേക്ക് മനുഷ്യർ വരുമ്പോഴത്തേക്കും, അതായത് അന്ത്യവിധിക്കായിട്ട് മനുഷ്യർ വരുമ്പോഴത്തേക്കും പുത്രനായ ദൈവമേ നീയാണ് ചെയ്യേണ്ടത്. നല്ലതിനെ മാറ്റി നിർത്തുക, ചീത്തയെ മാറ്റി നിർത്തുക. അത് നല്ലതിനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുക, തിന്മയുള്ളതിനെല്ലാം നരകത്തിലേക്ക് തള്ളിക്കളയുക. ഈ ഒരു ഉത്തരവാദിത്തമേ പുത്രനായ ദൈവത്തിന് നൽകിയിട്ടുള്ളായിരുന്നു. പക്ഷെ ഈ പുത്രനായ ദൈവം എന്താ ചെയ്തത്? അവനൊരു നിർബന്ധമുണ്ടായിരുന്നു. അന്ത്യവിധിക്കായി തന്റെ പക്കലേക്ക് ഓരോ മനുഷ്യനും വരുമ്പോഴത്തേക്കും നല്ലതും ചീത്തയും എന്ന് വേർതിരിക്കാനാവാത്ത രീതിയിൽ എല്ലാവരും നല്ലവരായിരിക്കണം എന്നൊരു ആഗ്രഹമുള്ള ദൈവമുണ്ട്. ആലോചിച്ച് നോക്കി, അവിടെ ഇരുന്ന് വിധിച്ചാൽ മാത്രം മതിയായിരുന്നു. നല്ലതിനെ മാറ്റി തിന്മയെ ഇങ്ങോട്ട് മാറ്റി, തിന്മയെ നരകത്തിലേക്ക് തള്ളിവിട്ട് നല്ലതിനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പുത്രനായ ദൈവത്തിന്റെ മനസ്സങ്ങനെയായിരുന്നു. അവൻ എന്താ തീരുമാനിച്ചെന്നറിയോ? അവൻ തീരുമാനിച്ചത് വരുന്നവരെല്ലാവരും നല്ലവരായിരിക്കണം, വരുന്നവരെല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ഞാൻ ഒരുക്കിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എല്ലാം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് തുറന്നുള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. അവന് ആഗ്രഹം ഉണ്ടായിരുന്നത് മനുഷ്യരിത് കാണണം, മനുഷ്യരിത് കണ്ട് അവരുടെ നിരാശകളിൽ നിന്ന് അവർ മോചനം പ്രാപിക്കണം. അവൻ നോക്കിയപ്പോഴത്തേക്ക് മനുഷ്യരെല്ലാം ഭയങ്കര നിരാശരാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച പാപങ്ങളുടെ പേരിൽ മനുഷ്യരിങ്ങനെ വലിയ ഹൃദയഭാരവും പേറി ഇങ്ങനെ ജീവിക്കുകയാണ്. അവനത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പാപത്തെ സ്വർഗത്തെ പറ്റി പറയുന്നത്, സ്വർഗം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പറയുന്നത്? അനുദപിക്കുന്ന പാപി തിരികെ ചെല്ലുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതായത് സ്വർഗം പറയുന്നില്ല, അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും പരിപൂർണ വിശുദ്ധി ജീവിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത് പറയുന്നില്ല. നേരെ മറിച്ച് എന്താ പറഞ്ഞു വയ്ക്കുന്നത്? പാപത്തിൽ വീണുപോയവൻ തിരികെ നടക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതാണ് സ്വർഗത്തിന്റെ സന്തോഷം. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പം ആരും അറിയാതെ ഒരിടത്ത് പോയി ജനിക്കുകയല്ലായിരുന്നു ചെയ്തത്. അവനൊരു കാലിത്തൊഴുത്തിനാണ് അവൻ ജനിച്ചത്. പക്ഷെ അതിനുശേഷം സംഭവിച്ചെന്താണ്? മാലാഖമാർ അവിടെ നിന്ന് ചെന്നിട്ട് എല്ലാവരോടും ഉദ്ഘോഷിച്ചു. എന്താ ഉദ്ഘോഷിച്ചത്? നിങ്ങൾക്കായി ഇതാ ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? നിങ്ങൾ കാണണം ഇത് രക്ഷകനാണ്, നിങ്ങൾ കേൾക്കണം ഇത് രക്ഷകനാണെന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയിട്ടാ? ആരും അറിയാതെ ഒരിടത്ത് ജനിക്കാൻ പറ്റുമായിരുന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാലാഖമാരെ വെച്ചുള്ള ഈ ഒരു വലിയ പ്രഘോഷണം നടത്തി? എന്തിനു വേണ്ടിയിട്ടാണ്? ലോകം കാണണം, മനുഷ്യർ കാണണം, മനുഷ്യർ അറിയണം ഇതാ രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ പറയാതെ പറയുകയാണ്, നീ നിരാശരാകണ്ട, നീ തളർന്നു പോകണ്ട, നിങ്ങൾ ഭക്താശരാകണ്ട. കാരണം രക്ഷ എന്നൊന്നുണ്ട്, രക്ഷ എന്നൊന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. ഇതുവരെയുള്ള നിരാശകളെല്ലാം അങ്ങ് മാറ്റിക്കളയുക, ഇതുവരെയുള്ള തളർച്ചകളെല്ലാം അങ്ങ് മാറ്റിക്കളയുക. ഇതുവരെ പ്രത്യാശ നശിച്ച മനസ്സുമായിട്ടാണ് ജീവിച്ചതെങ്കിൽ അതിനുള്ളിലേക്ക് നീ പ്രത്യാശ നിറയ്ക്കുക. എന്തുകൊണ്ടാണ്? രക്ഷ എന്നൊന്നുണ്ട്. അവൻ മാലാഖമാരെ വെച്ച് ഉദ്ഘോഷിച്ചു, രക്ഷയുണ്ട്. ഇനി അത് ആദ്യത്തെ സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്ത എന്താണ്? അത് കഴിഞ്ഞിട്ട് അവൻ കുരിശ് മരണത്തിനായിട്ട് പോകുന്നു. കുരിശിൽ കിടക്കുമ്പോഴത്തേക്കും എല്ലാവരും കാണുകയാണ് അവൻ കുരിശിൽ തറയ്ക്കപ്പെടുന്നത്. ഒരു പരാജിതനെ പോലെ എല്ലാവരും കാണുകയെ അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. കുരിശിൽ കിടന്നുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ പാപിയായിട്ട് ജീവിച്ച നല്ല കള്ളനോട് അവസാന നിമിഷം അവൻ പറയുകയാണ്, അവസാന നിമിഷം അവൻ പറഞ്ഞ അനുതാപത്തിന്റെ ഒരു വാക്കിൽ കയറി പിടിച്ചിട്ട് അവൻ പറയുകയാണ്, നീ ഇന്ന് എന്റെ കൂടെ പറുദീസയിലായിരിക്കും. അത് ആരോട് പറഞ്ഞതാണ്?
നല്ല കളരോട് മാത്രം പറഞ്ഞതല്ല, തന്റെ ചുറ്റുപാടും കൂടിയിരുന്ന ജനങ്ങളിൽ ആരൊക്കെയാണ് ഒരു ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ചത്, ആരൊക്കെയാണോ ഒരു പാപത്തിൽ അങ്ങ് മുഴുകി ജീവിക്കുകയും ഇനി ഒരു വീണ്ടെടുപ്പില്ല എന്നും തിരിച്ചുവരവില്ല എന്നും ചിന്തിച്ച് ജീവിച്ചത്, അവരോട് എല്ലാവരോടും കൂടി പറയുകയാണ്, നിന്റെ അവസാന നിമിഷം വരെ ഞാൻ നിന്റെ ആ വാക്കിൽ കാത്തിരിക്കും, പറുദീസയിലായിരിക്കും, എന്നെ ഓർക്കണമേ. ഒത്തിരി വലിയ ഡെപ്തുള്ള വാക്കുകളൊന്നുമല്ല. ഒരു കള്ളൻ അവന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് വെറുതെ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അത് മതിയായിരുന്നു അവന്റെ രക്ഷയ്ക്ക്. അവനത് കീറി മുറിക്കാനൊന്നും പോയില്ല. ഓർക്കണമേ എന്നൊന്ന് പറഞ്ഞല്ലോ, അവനത് അനുതാപമായിട്ട് എടുത്തു. ഓർക്കണമേ എന്നൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനത് അനുതാപമായിട്ട് അങ്ങ് എടുത്തു. എന്നിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ്, ഇന്ന് നീ എന്റെ കൂടെ പറുദീസാനായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും പറയുന്നു, നീ നിരാശപ്പെടണ്ട, നീ ഭക്താശനാകണ്ട, നീ തളർന്നു പോകണ്ട, കാരണം പറുദീസ എന്നൊന്നുണ്ട്. നീ തളർന്നു പോകരുത്, നീ നിരാശനാകരുത്. നിന്റെ ജീവിതം എത്രത്തോളം കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും, ജീവിതം എത്രത്തോളം സഹനങ്ങൾ നിറഞ്ഞതാണെങ്കിലും, ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളുണ്ടായിരിക്കാം, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞ സമയങ്ങളുണ്ടായിരിക്കാം, ആരും നിനക്ക് ആശ്രയിക്കില്ലാത്ത രീതിയിൽ നീ ജീവിതത്തിൽ അങ്ങ് ഏകയായി ജീവിച്ചു പോയ സമയങ്ങളുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും, ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും, നീ എത്ര ദരിദ്രനാണെങ്കിലും നീ തളർന്നു പോകരുത്. കാരണം എന്താണ്? നിനക്ക് ഒരു പറുദീസയുണ്ട്. നീ നിരാശനാകേണ്ട, നിനക്കൊരു പറുദീസയുണ്ടെന്ന് പറയുന്ന ദൈവമാണ്. ഇനി അതും കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോഴത്തേക്കും അവൻ ഉയർത്തതിന് ശേഷം നേരെ സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. അവൻ ആദ്യം എന്താ ചെയ്തത്? തന്റെ ചുറ്റുപാടും തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും അവൻ തെരഞ്ഞു പിടിച്ച് സ്വയം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണോ തന്നെ കാണാൻ ആഗ്രഹിച്ചത് അവരുടെ എല്ലാം മുമ്പിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുകയും സ്വയം കാണിച്ചു കൊടുക്കുന്നു, തന്റെ ശരീരം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തോമസ് ലീഹായോട് പറയുന്നു, നിന്റെ കരങ്ങൾ ഇവിടെ കൊണ്ടുവരിക, എന്റെ പാർശ്വത്തിലേക്ക് വെക്കുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തത്? എന്തിനീ കാണിച്ചു കൊടുക്കുന്നത്? ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തിട്ട് അവന്റെ ശരീരം കാണിച്ചു കൊടുക്കുന്നു. തോമസ് ലീഹായ്ക്ക് ശരീരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കരങ്ങൾ എന്റെ പാർശ്വത്തിൽ വെക്കുക, തൊട്ടറിയുക, ഈ ശരീരം സത്യമാണെന്ന് തൊട്ടറിയുക. നീ കാണുന്ന ഈ ശരീരം മിഥ്യയല്ല, നീ കാണുന്ന ഈ ശരീരം നിന്റെ ചിന്തയിൽ നിന്നുണ്ടായിരുന്നില്ല, നേരെ മറിച്ച് ഈ ശരീരം സത്യമാണ്, നീ തൊട്ടറിയണം. എന്തിനു വേണ്ടിയിട്ടാ? നീ നിരാശനാകണ്ട, നീ ഭക്താശനാകണ്ട, നീ തളർന്നു പോകണ്ട. ഈ ജീവിതത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇഹലോകത്തിൽ നിനക്ക് വേണ്ടി ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നീ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിച്ചാലും, ഈ ലോകത്തിലായിരിക്കുമ്പോഴത്തേക്കും നീ ആരുമില്ലാത്തവനെ പോലെ ജീവിച്ചാലും, ദൈവം നിനക്ക് പ്രതീക്ഷ നൽകുന്ന ഇതാണ്, ഞാൻ ഇവിടെയുണ്ട്, എന്റെ ശരീരം നിനക്കുള്ള സാക്ഷ്യമാണ്. എന്താണ് സാക്ഷ്യം? നിനക്ക് വേണ്ടിയിട്ട് ഇതിനേക്കാൾ മഹത്വപൂർണമായ ഒരു ജീവിതം ഞാൻ കാത്തുവെച്ചിട്ടുണ്ട്. ഈ ലോകം കൊണ്ട് എന്റെ ശരീരമില്ലാതെ ആവുന്നില്ല, ഈ ലോകം കൊണ്ട് എന്റെ ആത്മാവില്ലാതെ ആവുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരു ജീവിതവും മറ്റൊരു ലോകവും കാത്തു വെച്ചിരിക്കുന്നു. പ്രതീക്ഷ പകരാൻ ശ്രമിക്കുന്ന ദൈവമാണ്. കാരണം ദൈവത്തിന് നിർബന്ധമുണ്ട്, മനുഷ്യൻ പ്രതീക്ഷയിൽ ജീവിക്കണം. അവൻ തളർന്ന് ജീവിക്കുന്ന ദൈവത്തിനെ കാണരുത്, അവൻ നിരാശയിൽ ജീവിക്കുന്ന ദൈവത്തിനെ കാണരുത്. കാരണം നിരാശയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ പിന്നാലെ നടന്ന് പ്രതീക്ഷ തരികയാണ്. ഈശോയുടെ പ്രത്യേകതയാണ്, അവൻ പുറകെ നടന്ന് പ്രതീക്ഷ നൽകുകയാണ്. ഉപേക്ഷിച്ചു പോയവരൊക്കെ ഉപേക്ഷിച്ച് കളയുകയല്ല, നേരെ മറിച്ച് അവരുടെ പിന്നാലെ നടക്കുക. ആ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള അവന്റെ വെപ്രാളം കണ്ടായിരുന്നോ? ആരൊക്കെയാണോ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ തന്റെ സന്നിധിയിൽ നിന്ന് ഓടി അകലാൻ പോകുന്നത്, അവരുടെ പക്കലേക്ക് എല്ലാം ചെല്ലുകയാണ്. ഏതൊക്കെ ശിഷ്യന്മാരാണോ മറ്റു ജോലികൾ തേടി പോകാൻ പോകുന്നത്, അവരുടെ എല്ലാം മുമ്പിലേക്ക് ചെന്ന് നിന്നു കൊടുത്തിട്ട് പറയുകയാണ്, പോകരുത്, നിരാശ വേണ്ട. നിന്റെ മനസ്സിൽ നിരാശ കൊണ്ടാണ് നീ അകന്നു പോകാൻ നോക്കുന്നത്. നിന്റെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന പ്രത്യാശയില്ലായ്മയാണ് നിങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം. പ്രത്യാശയോടെ എന്നെ കാണുക, ഞാനുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണെന്ന് പറയുന്ന ദൈവമുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളുണ്ട്. സ്വർഗാരോഹണം ചെയ്തത് എങ്ങനെയാണ്? എല്ലാവരും കാണുകയാണ് ചെയ്തത്. എല്ലാവരും കാണണം. രഹസ്യമായിട്ട് അവനങ്ങ് സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്തത്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടെന്ന് എല്ലാവരും കാണണം. അവിടെ വെച്ച് അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും എന്നോടൊപ്പം ആയിരിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? നിരാശരാകാതിരിക്കാൻ. സ്വർഗം എന്നൊന്നുണ്ട്. നിങ്ങൾ നിരാശയിൽ ജീവിക്കേണ്ടവരല്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവന്. ആലോചിച്ച് നോക്കി, ചെയ്യുന്ന ഓരോന്നിനും മനുഷ്യർക്ക് പ്രത്യാശ കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിന് നിർബന്ധമുണ്ട്. മനുഷ്യൻ നിരാശനാകാൻ പാടില്ല. നീ പ്രത്യാശയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള ദൈവമാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നിരിക്കുന്നതാണ് പന്തക്കുസ്ത തിരുനാളിന്. എന്തിനാണ്? അവൻ സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവശേഷിക്കുന്ന നാളുകളിലും മനുഷ്യന് പ്രത്യാശയിൽ തന്നെ ജീവിക്കണം.
നിരാശയോടുകൂടി ഏതെങ്കിലും ഉൾമുറികളിലേക്ക് ഭയപ്പാടുകളിൽ ഒതുങ്ങിക്കൂടിയ മനുഷ്യരുടെ ഇടയിലേക്ക് തീനാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വീണ്ടും പ്രതീക്ഷ നൽകുകയാണ്. അവരുടെ മനസ്സിലെ എല്ലാ നിരാശകളും എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ വലിയ സ്നേഹം. ആ ദൈവം പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഇതിനുള്ള പരിശ്രമമാണ്. അത് നമ്മളത് മനസ്സിലാക്കണം. ഇനി ഓരോ തവണ ബൈബിൾ വായിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും നമ്മളൊന്ന് അറിയണം, ഇതിന്റെ ഉള്ളിൽ ദൈവം എനിക്ക് പ്രത്യാശ പകരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രതീക്ഷ പകരാനായിട്ട് ദൈവം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീറുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുവനെ ഓടി അണയുവാനും തലതെല്ലിക്കരയുവാനുമുള്ള ഏറ്റവും നല്ല സ്ഥലം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. നീറുന്ന മനസ്സുമായിട്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴിപ്പിച്ച് ജീവിക്കുന്ന നിനക്ക് കണ്ണീരിന്റെ ഒരു വലിയ ആശ്വാസം ലഭിക്കണമെങ്കിൽ ഓടി അണയുവാനുള്ള ഏക ആശ്രയം നിന്റെ വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിനക്ക് വേണ്ടി നിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം നിർബന്ധത്തോടുകൂടി അവൻ എഴുതിയിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങളുണ്ട്. പ്രത്യാശ ആവശ്യമുള്ള ആളുകൾ അതിലേക്ക് അണയും. നിരാശ ജീവിക്കുന്നുണ്ട്, അത് മറന്നുപോകും. നിരാശ ജീവിക്കുന്നത് അത് മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യാശയുടെ വചനങ്ങളോടെ നമുക്ക് ദൈവത്തിന്റെ ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ സാന്നിധ്യമുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാവിന്റെ സാന്നിധ്യമുള്ള ചില ഭാഗങ്ങളാണ്. നമുക്ക് ഒരു നിമിഷം ഒന്ന് എണീക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീക്കും കേട്ടോ. ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീക്കുന്നത്. കാരണം 10 മിനിറ്റ് കൂടുതൽ പറയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ബോറടിക്കും. 10 മിനിറ്റ് കൂടുതൽ. കാരണം പിന്നെ പള്ളികളിലൊക്കെ പ്രസംഗം 7 മിനിറ്റാണ് പ്രസംഗം. അപ്പം ഞങ്ങൾ പള്ളികളിൽ ഇരിക്കുന്നവരായതുകൊണ്ട് ഈ ചെറിയ പ്രസംഗം പറഞ്ഞ് ശീലിച്ച് അവസാനം വലിയ സാധനങ്ങൾ, അതായത് 1 മണിക്കൂറിൻ്റെയൊക്കെ പരിപാടികൾ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയുന്നത് എനിക്ക് തന്നെ ബോറടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങളിൽ ആരെങ്കിലും കൂടി തലതിരിച്ചിരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ ഭയങ്കര ഡള്ളായിട്ടങ്ങ് മാറും. പള്ളിയിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ആൾ തലചരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഞാൻ പ്രസംഗം നിർത്തുന്നത്. കാരണം എല്ലാവരും അറ്റൻറ്റീവായിട്ടിരിക്കാൻ എത്ര സമയം പറ്റുന്നോ അത്രയും സമയം നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്ന് തിരികെ പോവാം. കടുത്ത നിരാശ ജീവിതത്തെ ബാധിച്ച സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? എല്ലാവരും ജീവിതത്തിൽ കാണും. കടുത്ത നിരാശയോടെ കടന്നുപോയ സമയങ്ങളുണ്ട്. ഒരു വലിയ തകർച്ച ജീവിതത്തിലേക്ക് വന്ന ചില സമയങ്ങളുണ്ട്. വലിയ തകർച്ച, ഓരോന്ന് എണ്ണിപ്പെറുക്കിയെടുക്കാവുന്ന രീതിയിലുള്ള വലിയ തകർച്ച. ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മളേറ്റ വലിയ മുറിവുകളായിരിക്കാം. ഒരിക്കലും ചതിക്കില്ല എന്ന് കരുതിയ സഹോദരങ്ങൾ ഒരുപക്ഷെ സ്വത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തിനു വേണ്ടിയിട്ട് നമ്മളെ തള്ളിപ്പറയുകയും നമ്മളെ ഉപേക്ഷിക്കുകയും ചെയ്ത് നമുക്ക് വലിയ ആഘാതമായിട്ട് ജീവിതത്തിലുണ്ടായിരിക്കാം. ആകെ ആശ്രയിക്കാനുണ്ടായിരുന്ന ഒരു സഹോദരനായിരിക്കാം. പക്ഷേ അവൻ അങ്ങനെ തള്ളിപ്പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവനങ്ങ് തള്ളിപ്പറഞ്ഞ് അവൻ ആരുമല്ലാതായി മാറിയപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ ലോകത്തില് ഒറ്റയ്ക്കായി പോയല്ലോ എന്ന്. സഹോദരങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന വലിയ വാക്കുകളും മൂർച്ചയേറിയ വാക്കുകളും ജീവിതത്തെ തളർത്തി കളഞ്ഞിട്ടുണ്ടോ? നിരാശയെ ബാധിച്ചിട്ടുണ്ടോ? മക്കളുടെ ഭാഗത്തുനിന്ന് എത്ര കൊല്ലമായി മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഉദരത്തിൽ അവൻ ഉരുവായ നാള് മുതൽ, എന്റെ ഉദരത്തിൽ അവൾ ഉരുവായ നാള് മുതൽ നിങ്ങൾ സ്വയം നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഏതു നേരവും അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1-2 വർഷമൊന്നുമല്ല, എത്രയോ വർഷങ്ങളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷങ്ങളോളം എല്ലാം ഇങ്ങനെ അവർക്ക് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അവർ നാവ് ഉയർത്തി 2 വാക്ക് സംസാരിക്കാറായപ്പോഴത്തേക്കും അപ്പനും അമ്മയ്ക്കും എതിരെ സംസാരിക്കുന്നത് കണ്ട് തളർന്നു പോയിട്ടുണ്ടോ? മക്കളും അപ്പനും തമ്മിൽ എപ്പോഴും നല്ല ബന്ധമായിരിക്കണം നിർബന്ധമുള്ളത് അമ്മയ്ക്കാണ്. ആ അമ്മയുടെ മനസ്സാണ് പലപ്പോഴും അപ്പനും മകനും തമ്മിൽ അകലുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഉലയുന്നത്. അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയോടെ കടന്നു പോകുന്നത് കണ്ട് നമ്മൾ പലപ്പോഴും നിരാശയായി തീർന്നിട്ടുണ്ടോ? അനേക വർഷങ്ങളായിട്ട് കുടുംബനാഥൻ നൽകിക്കൊണ്ടിരുന്ന ഒരു കണ്ണുനീരുണ്ട്. എത്ര പറഞ്ഞിട്ടും മാറ്റാനാവാത്ത ചില ശീലങ്ങൾ നിമിത്തം എല്ലാ ദിവസവും കുടുംബത്തിലും വഴക്കും വയ്യാവിനെയും സമാധാനക്കുറവും നിരന്തരം കണ്ണീരുമാണ്. ഒരു ദിവസം പോലും ഇല്ല ദൈവമേ കണ്ണീരൊഴുക്കാത്ത ഒരു ദിവസം പോലുമില്ല. എന്നെ തലയണ നനയാത്ത ഒരു ദിവസം പോലുമില്ല. ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ച് ഏറ്റവും ഒടുവിൽ അപ്പന് മാനസാന്തരം ഉണ്ടാകുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും അതേ പാതയിലേക്ക് മകൻ കാലെടുത്ത് കുത്തുന്നു. ആലോചിച്ച് നോക്കി, ഒരമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ സങ്കടങ്ങൾ മാത്രം. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അതിൽ നിരാശപ്പെട്ടു പോയിട്ടുണ്ടോ? അതിൽ തകർന്നു പോയിട്ടുണ്ടോ? ഇനി അതുമല്ല, പ്രതീക്ഷയോടെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്നത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അവരുടെ പഠനത്തെ എല്ലാം പരിപോഷിപ്പിക്കുന്ന ആഗ്രഹത്തോടു കൂടി എന്തോരം ത്യാഗങ്ങൾ സഹിച്ചാണ് അങ്ങനെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഒടുവിൽ അനേക വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
എത്ര വർഷമായി അവൻ ജോലിയില്ലാതെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അതിന്റെ പേരിൽ കുടുംബത്തിൽ കടന്നു വരുന്ന ദാരിദ്ര്യം, അവൻ ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ, അവൻ തകർന്നു പോകുന്ന ചില സമയങ്ങൾ, ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അപ്പനും അമ്മയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിയോഗം, ഒരുപക്ഷെ ജീവിത പങ്കാളിയുടേതാകാം. ജീവിതകാലം മുഴുവനും ആശ്രയമാകുമെന്ന് കരുതി കൂടെ നിർത്തിയിരുന്ന ജീവിത പങ്കാളി പെട്ടെന്ന് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി പോകുമ്പോഴത്തേക്കും തകർന്ന അവസ്ഥയിൽ നിരാശയോടെ നമ്മൾ കരഞ്ഞു നിർത്ത ദിവസങ്ങളുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഈശോയുടെ ആ ദിവസങ്ങൾ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുക. ആറ്റുനോറ്റ് വളർത്തിയിരുന്ന മക്കൾ പെട്ടെന്ന് ജീവിതത്തിൽ നിന്നില്ലാതെ പോകുന്ന ചില സമയങ്ങളുണ്ടായിരിക്കാം. അതെല്ലാം വലിയ നിരാശയും വലിയ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. ആ ഓരോ സമയങ്ങളെയും ഓർത്ത് നമുക്ക് ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എത്രയോ വലിയ തകർച്ചകളിൽ നിന്നാണ് നീ എന്നെ വീണ്ടെടുത്തത്. എത്രയോ വലിയ നിരാശയോടെ നീ വീണ്ടും പ്രത്യാശ തന്നെ എന്നെ വീണ്ടെടുക്കുകയുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് നീ എന്നെ വീണ്ടും എന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ എനിക്ക് അവസരം ഒരുക്കിയില്ലേ? ഇനി ഒരിക്കലും എന്റെ മനസ്സ് പഴയതുപോലെ ആകില്ല എന്ന് കരുതി കടുത്ത വിഷാദത്തിലേക്ക് തള്ളിപ്പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നീ എന്നെ വീണ്ടെടുത്തില്ലേ? നീ ഇതിനെ ഒരുക്കിയില്ലേ? അത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ദൈവമേ, കരുതിയതിനെ ഓർത്ത്, പരിപാലിച്ചതിനെ ഓർത്ത്, ജീവിതത്തിലുണ്ടായ തകർച്ചകളിൽ പതറി ജീവിതം അവസാനിപ്പിക്കാതിരിക്കാനായിട്ട് എനിക്ക് പ്രത്യാശ നൽകിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. പ്രത്യാശ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്താം. ഈശോയുടെ കരങ്ങളിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഈശോയെ, ശക്തി നൽകുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതം തകർന്നു പോയ സമയങ്ങളിൽ ശക്തി നൽകിയ ഈശോയെ, പ്രത്യാശ നൽകിയ ഈശോയെ, രക്ഷ അകലെയാണെന്ന് വിചാരിച്ച സമയങ്ങളിൽ രക്ഷ പ്രദാനം ചെയ്ത ഈശോയെ, വീണ്ടെടുത്ത ഈശോയെ, രോഗങ്ങൾ കീഴടക്കുന്ന സമയങ്ങളിൽ രോഗങ്ങളെ മാറ്റിത്തന്ന ഈശോയെ, സൗഖ്യം ഒരിക്കലും ഉണ്ടാകില്ലെന്ന കരുതുന്ന സമയങ്ങളിൽ സൗഖ്യം നൽകിയ ഈശോയെ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സമയങ്ങളിൽ വീണ്ടും ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയ ഈശോയെ, ഞങ്ങളുടെ ശരീരം തകർന്നു പോയ സമയങ്ങളിൽ വീണ്ടും അതിന് ആരോഗ്യം പകർന്നു തന്ന ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നേരങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട് ആരിലും ആശ്രയിക്കാനുള്ള സമയങ്ങളിൽ നീ എഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് വീണ്ടും കരം പിടിച്ച് ഉയരാനുള്ള ശക്തി നൽകിയോർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിലൂടെ ഏതെങ്കിലും വ്യക്തികൾ വിട്ടൊഴിയാനാവാത്ത പാപത്തിന്റെ ലോകത്തിൽ കാലുകുത്തി ജീവിക്കുന്നത് എപ്പോഴും കണ്ടു കഴിയേണ്ടി വന്ന മനസ്സ് മരവിപ്പിച്ച ജീവിതങ്ങളായിട്ട് സമയം ചെലവഴിച്ച സമയങ്ങളോട് നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വിശദീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ ബന്ധനങ്ങളെയും ഇല്ലാതാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ ദുഷ്ടാരൂപിയുടെ ശക്തികളെ പരാജയപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ നിരാശയുടെ ഓരോന്നിനെ തുടച്ചു മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി ഈശോയുടെ പക്കലേക്ക് ഇരിക്കാം. നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് നമ്മൾ പന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇന്നത് പ്രധാന ധ്യാന വിഷയമായിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ്? പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് നമ്മൾ എവിടെയാണ് കാണുന്നത്? പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കാണുന്നത് എവിടെയാണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എവിടെയാണ്? എവിടെയാ? പരിശുദ്ധാത്മാവാണ് ആദ്യമായിട്ട് കാണുന്നത് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നിടത്താണ്. എത്രാമത്തെ വാക്യത്തിലാ? 2-ാമത്തെ വാക്യത്തിൽ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഭൗമ ഉപരിതലത്തിലൂടെ ദൈവത്തിന്റെ ചൈതന്യം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ചൈതന്യം ഭൗമ ഉപരിതലത്തിൽ ദൈവത്തിന്റെ ചൈതന്യം ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? പിതാവായ ദൈവവും അതുപോലെ തന്നെ വാക്കെന്താണ്? ഈ പിതാവായ ദൈവത്തിന്റെ വാക്കെന്താണ്? ദൈവത്തിന്റെ വാക്കുകള് അത് പുത്രനായ ദൈവമാണ്. ഭൗമോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഈ ദൈവാത്മാവ് എന്താണ്? ദൈവിക ചൈതന്യം എന്താണ്? അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പിതാവായ ദൈവവും അവന്റെ വാക്കായ പുത്രനായ ദൈവവും ഭൗമോപരിതലത്തിലെ ദൈവിക ചൈതന്യവും ഒന്നിച്ചാണ് ഈ ലോകം സൃഷ്ടിക്കാനായിട്ട് തുടങ്ങിയത് എന്നാണ് 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നത്.
ഇനി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഒന്നാമത്തെ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗം ഉണ്ടല്ലോ, ഒരു 10-11 അധ്യായങ്ങൾ വരെ അത് അതുപോലെ ചരിത്രപരമായിട്ട് നമുക്ക് കാണപ്പെടുന്ന കാര്യങ്ങളല്ല, അതുപോലെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളുമല്ല. പക്ഷെ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ, അന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ അന്നത്തെ മനുഷ്യരുടെ അറിവനുസരിച്ച് എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലാകുന്നത്, ആ മനസ്സിലാകുന്ന രീതിയിൽ ദൈവിക സന്ദേശം എഴുതി വെച്ചു. അന്നത്തെ മനുഷ്യര്, വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യര്, പഠിച്ചിട്ടില്ലാത്തൊരു മനുഷ്യര് ഇന്നത്തെ കാലഘട്ടത്തിലെ ബിഗ് ബാങ് തിയറിയെ പറ്റിയൊക്കെ പ്രവാചകന്മാർ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന എന്തൊക്കെയായിട്ടാണോ, അവരുടെ ജോലി ആയിട്ടാണോ അതൊക്കെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ച് ഒരു ദൈവിക സന്ദേശം അവർക്ക് നൽകാനായിട്ട് പരിശ്രമിച്ചു. അതാണ് ഉൽപ്പത്തിയുടെ ആദ്യത്തെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നൽകി. അവർ പരിചയിച്ചിരുന്നത് ഈ കളിമണ്ണൊക്കെയായിരുന്നു. അവര് ഒരു കുശവന്റെ ജീവിത രീതിയൊക്കെയാണ് അവർ പരിചരിച്ചു വെച്ചിരുന്നത്. അപ്പൊ പിന്നെ ദൈവം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തിലുള്ള ഈ കുശവനെയും കളിമണ്ണിനെയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതാണ് പ്രവാചകന്മാർ ആദ്യം ചെയ്തൊരു കാര്യം എഴുതിയപ്പോഴത്തേക്കും. അതുകൊണ്ട് ചില ആൾക്കാർ പറയും ഇത് മുഴുവനും കള്ളത്തരം എഴുതി വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവിക സന്ദേശം. ഇതുകൊണ്ട് തന്നെ ദൈവിക സന്ദേശത്തിന് ഭയങ്കര സമ്പന്നമാണ് ഈ ആദ്യ ഭാഗം. എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എത്ര ആലോചിച്ചാലും അവസാനിക്കാത്ത രീതിയിൽ ദൈവിക രഹസ്യങ്ങൾ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്ന ഭാഗത്തെ. എത്ര തവണ ധ്യാനിച്ചാലും തീരാത്ത രീതിയിൽ വലിയൊരു ഉറവ തന്നെ അവിടെയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന ഈ ദൈവാത്മാവ് ഭൗമോപരിതൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ദൈവം അതിനെ മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിക്കൊടുക്കുന്നു. ദൈവം അതിനെ ശ്വാസമായിട്ട് മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയാണ് ചെയ്തത്. ആ ശ്വാസമായ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും അവനുണ്ടായ മാറ്റങ്ങൾ ഓരോന്നും നമ്മൾ കാണണം. അവനുണ്ടായ മാറ്റങ്ങൾ ഓരോന്നും ആദ്യമായിട്ട് ഈ ദൈവാത്മാവ് അവന്റെ നിശ്വാസമായിട്ട് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ജീവനുണ്ടായി. ആദ്യം വന്ന മാറ്റം ഇതാണ്, അവന് ജീവനുണ്ടായി. എന്താണ് അവന് ജീവനുണ്ടായി? അതുവരെ മൃതനായിരുന്ന വ്യക്തിയിൽ ജീവൻ ഉണ്ടാകുന്നത് ആത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ്. അതുവരെ ചലനമില്ലാത്തവനില് ചലനം ഉണ്ടാകുന്നത് ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ്. അതുവരെ എങ്ങനെയോ ഒരു പൂഴിയായിട്ട് നിർജീവമായിട്ട് കിടന്നവൻ ജീവനുള്ളവനായിട്ട് മാറുന്നതും ചലനശേഷിയുള്ളവനായിട്ട് മാറുന്നതും ഈ ആത്മാവ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ്. അതിൽ തന്നെ വലിയൊരു പാഠമുണ്ട്. എന്താണ് പാഠം? നീ ആത്മാവുള്ളവനാണെങ്കിൽ നീ ജീവനുള്ളവനായിരിക്കും. നീ ആത്മാവ് നഷ്ടപ്പെടുന്ന വേളകളിൽ ആദ്യം നിന്നെ നഷ്ടപ്പെടുന്നത് നിന്റെ ജീവനായിരിക്കും. നിന്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെടും. നീ ആത്മാവുള്ളവനായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം നിന്നെ മരണം കീഴടക്കിയില്ല. നിന്നെ ആത്മാവ് എന്ന് നിന്റെ ഉള്ളിൽ നിന്നില്ലാതെയാകുന്നോ അന്ന് ആത്മീയമായ മരണത്തിന് നീ നിന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് ഉള്ളിടത്തോളം കാലം നിനക്ക് ചലിച്ചുകൊണ്ടേ ഇരിക്കാനേ സാധിക്കുള്ളൂ, നിനക്ക് നിഷ്ക്രിയരായിരിക്കാനേ സാധിക്കില്ല. ആത്മാവ് ഉള്ളിന്റെ ഉള്ളിലോടത്തോളം കാലം നീ ചലനശേഷിയുള്ളവനായിരിക്കും, നീ നിഷ്ക്രിയനായി പോകില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പക്ഷെ ആത്മാവ് ഉള്ളിന്റെ ഉള്ളിലില്ല എങ്കിൽ നിന്നെ അലസത ബാധിക്കും. ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു വിരസത കൈവരും. ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നിനക്ക് ഒരു മടുപ്പുളവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രാർത്ഥന നിനക്ക് മടുപ്പുളവാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അലസത നിന്നെ വിഴുങ്ങാനായിട്ട് തുടങ്ങും ആത്മാവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴത്തേക്കും. ആലോചിച്ച് നോക്കി, നമ്മുടെ എല്ലാം വീടുകളിലെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ, നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാവണമെന്നാണ്. നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും റാങ്ക് കൂടി വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല മാർഗ്ഗം മേടിച്ച് നമ്മുടെ കുട്ടികൾ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആധുനിക കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് ചില പ്രത്യേകതയുണ്ട്. അവർ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു 4, 5, 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മാതാപിതാക്കൾ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കും. എന്നിട്ട് ഏറ്റവും കഴിവുള്ള മേഖല, അവന് താല്പര്യമുള്ള മേഖല ഏതാണോ അതിലേക്ക് ഇങ്ങനെ എക്സൽ ചെയ്യിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ദിവസങ്ങളിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കുട്ടിയുണ്ട്, ഗംഗ എന്ന് പറയുന്നത് കണ്ടു കാണും. ചില സമയത്ത് യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഗംഗ എന്നൊരു പറയുന്നൊരു പെൺകുട്ടി വയലിൻ വായിക്കുന്നത് കണ്ടു കാണും. ഒത്തിരി വയസ്സൊന്നുമില്ല, അങ്ങേറ്റം വന്നാൽ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വയലിനെ പറ്റി കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറ്റി ആ കൊച്ചു നോക്കുന്ന പോലുമില്ല. ഇങ്ങനെ കയ്യിൽ വയലിനും അത് വായിക്കുന്ന ആ സ്റ്റിക്കും ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റി ബോധേടുമല്ല. നിസ്സാരമായിട്ട് ഏത് പാട്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ലോകം അറിയുന്ന ഒരു വലിയ കലാകാരിയായിട്ട് അത് മാറുകയും ചെയ്തു.
ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 10 വയസ്സ് പ്രായം കാണും. ഇതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് ഒന്ന് വരാനായിട്ട് ഒരു 5 വയസ്സായി കാണും. ബാക്കി ഈ 5 വയസ്സിന് ഒരു 10 വയസ്സുള്ള സമയത്ത് ഈ കുട്ടി എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഇത്ര അനായാസമായിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അലസതയില്ലാത്ത ജീവിതം. നമ്മുടെയൊക്കെ കുട്ടികളോട് നമ്മൾ പറയണം, ജീവിത വിജയം എന്ന് പറഞ്ഞത് മാർഗം നേടുന്നൊന്നുമല്ല. ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ചിലർക്ക് നല്ല മെമ്മറി ഉണ്ടായിരിക്കും, ചിലർക്ക് അത്രയും മെമ്മറി ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവാണ്, ചിലർക്ക് അത്രയും സംസാരിക്കാനുള്ള കഴിവൊന്നും കാണില്ല. അപ്പൊ ഇതെല്ലാം ആശ്രയിച്ചാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പഠനത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെടുന്ന അർത്ഥമൊന്നുമില്ല. നേരെ മറിച്ച് പരാജയപ്പെടുന്ന ആരായിരിക്കും നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ ജീവിതത്തിൽ ഒന്നും എത്തുന്നില്ലായിരിക്കാം. പക്ഷെ അതേസമയം തന്നെ ഒന്നും പഠിക്കാത്ത ബാക്ക് ബെഞ്ചിലെ അപൂർവം ചിലരെങ്കിലും ഒക്കെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുന്നതും കാണാം. എന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും പ്രധാനമായിട്ട് ജീവിത വിജയം തീരുമാനിക്കുന്നത് നീ അലസനാണോ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ സമയം ചെലവഴിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനം വരെ അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. കുഞ്ഞുനാളിലെ മുതലേ സമയം പാഴാക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും അവൻ വിജയിക്കും. കാരണം എന്താ? അവന് ഏത് മേഖലയിൽ കൊണ്ടിട്ടാലും അവൻ സമയം പാഴാക്കുന്നവന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിജയിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പഠിക്കാനുള്ള കഴിവോ മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവോ ഒന്നുമല്ല. നേരെ മറിച്ച് സമയം പാഴാക്കാതിരിക്കുക എന്നൊരു ബോധ്യം അവന് സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിജയമായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണും, പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു ചെസ് കളിക്കാനുണ്ട്. പ്രജ്ഞാനന്ദ, ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പത്രങ്ങളിൽ സ്പോർട്സ് പേജ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ കാണും. പ്രജ്ഞാനന്ദ എന്നാണ് അവന്റെ പേര്. അപ്പം 1-2 വർഷത്തോളമായി അവൻ കൂടുതലായിട്ട് അറിയപ്പെടാനായിട്ട് തുടങ്ങിയിട്ട്. ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പയ്യനാണ്. അവൻ 13ാമത്തെ വയസ്സിനാണ് വേൾഡ് ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന ചെസ് കളിക്കുന്ന ആളെ തോൽപ്പിച്ചത്. 13ാമത്തെ വയസ്സില്. അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ചരിത്രമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് വേറൊരു ചെസ് കളിക്കാനുണ്ടായിരുന്നു, വിശ്വനാഥൻ ആനന്ദ് എന്ന് പറഞ്ഞൊരു കളിക്കാനുണ്ടായിരുന്നു. 5 വർഷത്തോളം ചെസ് കളിയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ആളാണ് വിശ്വനാഥൻ ആനന്ദ്. ഈ 5 വർഷം വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന വിശ്വനാഥൻ ആനന്ദിന്റെ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പട്ടം അവസാനിപ്പിച്ചത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതോടുകൂടി വിശ്വനാഥൻ ആനന്ദ് തോക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് നീണ്ട 10-12 വർഷമായിട്ട് ഒരാളാണ് വേൾഡ് ചാമ്പ്യൻ. അത് മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന ഈ നോർവേക്കാരനാണ് വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുന്നത്. അങ്ങനെ വിശ്വനാഥൻ ആനന്ദിനെയൊക്കെ തോപ്പിച്ചിട്ട് 10-12 വർഷമായിട്ട് ഒരു രീതിയിലുള്ള പതർച്ചയും ഇല്ലാതെ തന്നെ സ്ഥാനം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു 1ാം റാങ്കുകാരനാണ് ഈ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത്. അവനെയാണ് ഇന്ത്യയിൽ നിന്നും ഒരു 13 വയസ്സുള്ള പ്രജ്ഞാനന്ദ ചെന്നിട്ട് തോപ്പിച്ചിട്ട് വന്നത്. ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ഇവൻ ഈ ചെസ് ബോർഡ് കണ്ട ചെസ് ബോർഡാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പക്ഷെ ഒരു 4 വയസ്സെങ്കിലും ആയി കാണും. അതിനുശേഷം ഇതിന്റെ കുരുക്കളും കാര്യങ്ങളും അതിന്റെ കണക്കുകളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവനൊരു 6-7 വയസ്സൊക്കെ ആയി കാണും. ഈ 6-7 വയസ്സ് കഴിഞ്ഞിട്ട് അവന് 13 വയസ്സിലാണ് ഇവ തോപ്പിക്കുന്നത്. അപ്പൊ നോക്കി, ഇത്രയും ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വേൾഡ് ചാമ്പ്യനെ തോപ്പിക്കാൻ മാതിരി രീതിയിൽ ഇവൻ വളർന്നുവെങ്കിൽ അവൻ ആ സമയം എന്തോരം ഉപയോഗിച്ച് കാണും, അവൻ എന്തോരം കഷ്ടപ്പെട്ട് കാണും. ആ ഒരു സാധനത്തിൽ കമ്മിറ്റ്മെന്റ് തോന്നിക്കഴിഞ്ഞിട്ട് അതിനോട് ഒരു സമയം പോലും ചെലവഴിക്കാതെ അതിനുവേണ്ടി തന്നെ അവൻ മാക്സിമം കമ്മിറ്റ്മെന്റോടുകൂടി അർപ്പണബോധത്തോടുകൂടി അതിൽ ചെലവഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം പാഴാക്കുന്ന ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്. പാഴാക്കുന്ന ഓരോ സമയത്തിനും വലിയ വിലയാണ് ഉള്ളത്. പാഴാക്കുന്ന ഓരോ സമയത്തിനും അവന്റെ ജീവിത വിജയത്തിലേക്കുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് ആർക്കറിയാം? പ്രജ്ഞാനന്ദയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ സമയം ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവൻ പോയി വേൾഡ് ചാമ്പ്യനെ തോപ്പിച്ചിട്ട് വന്നു. അലസത കീഴടക്കിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയം ഉണ്ടാവും. നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാണ്. ഇപ്പോൾ പാഴാക്കുന്ന, ഇപ്പോൾ TV കണ്ട് തീർക്കുന്ന, ഇപ്പൊ മൊബൈല് പരത്തി നിൽക്കുന്ന ഓരോ സമയവും നിന്റെ ജീവിത വിജയത്തിനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒന്നുമല്ലാതായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. അതിന് വ്യക്തമായ അത് തന്നെ വീണ്ടും ഒരു കളിക്കാനെ തന്നെ നമുക്ക് എടുക്കാം. ഒരു പൃഥ്വി ഷാ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് കളിക്കാനുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയില്ലായിരിക്കാം. വലിയ കളിക്കാരനായിരുന്നു. ഒരു 13-14 വയസ്സിനുള്ളിൽ ലോകം അറിയുന്ന ഒരു കളിക്കാരനായതാണ്. എന്ന് വെച്ചാൽ ആ കുഞ്ഞു പ്രായത്തിനിടയിൽ അവന് സ്റ്റേറ്റ് ക്രിക്കറ്റിലൊക്കെ ട്രിപ്പിൾ സെഞ്ചുറിയും ഒക്കെ ഒരുപാട് നേടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു. അവനെ പറ്റി സച്ചിൻ തെണ്ടുൽക്കർ പറഞ്ഞു, ഇതൊരു സംഭവമാണ്, അവൻ ക്ലാസിക്കലി പെർഫെക്റ്റ് ആണ്, ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവൻ നാളെ ലോകം കീഴടക്കും സച്ചിൻ തെണ്ടുൽക്കർ വരെ പറഞ്ഞു പൃഥ്വി ഷായെ പറ്റി. ഈ 14-15 വയസ്സ് വരെ സച്ചിൻ തെണ്ടുൽക്കറെ കൊണ്ടുപോലും പുകഴ്ത്തി പറഞ്ഞ ഈ പൃഥ്വി ഷാ പിന്നീട് എങ്ങും എത്താതെ പോകും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എങ്ങും എത്തുന്നില്ല. ജീവിതത്തിലേക്ക് അലസത കൈവന്നു, ജീവിതത്തിലേക്ക് എന്തൊക്കെയോ പോരായ്മകൾ കൈവന്നു, അവന്റെ ഓറിയന്റേഷൻ മാറിപ്പോയി, അവന്റെ ലോകം അതാണെന്നുള്ള വസ്തുത അവൻ മറന്നുപോയി, അവൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നത് കുറച്ചു, ഒത്തിരി സമയം മറ്റു കാര്യങ്ങൾ ചെലവഴിക്കാനായിട്ട് തുടങ്ങി.
അവനും കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാവരും കയറിപ്പോയി. അവനൊരു പരാജയമായിട്ട് മാറുകയും ചെയ്തു. എങ്ങും എത്തിയില്ല. എങ്ങും എത്താതെ ഇങ്ങനെ അവസാനിച്ചു. നരച്ചു നോക്കി, അലസത നമ്മളെ തകർത്ത് കളയും. അലസത, നമ്മുടെ ആത്മാവ് ഉള്ളവന് അലസനായിരിക്കാൻ സാധിക്കില്ല. ആത്മാവ് ഉള്ളിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചലനശേഷി നഷ്ടപ്പെടും. നമ്മൾ അലസരും വിരസരുമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടും. വെറുതെ ഇരിക്കുന്ന സമയങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണോ, വിശ്രമ സമയങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണോ, അപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ചലനശേഷി നഷ്ടപ്പെട്ടവരാകരുത്. ആത്മാവ് നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പാടില്ല. ഇനി ആത്മാവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ആത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആദത്തിനും ഹൗവായ്ക്കും ഉണ്ടാകുന്ന വലിയ ചില അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്കും, ആത്മാവ് വരുന്ന സമയത്ത്, ആത്മാവ് ഉള്ളിലേക്ക് നൽകിയതിനു ശേഷം ഈ ദൈവം പറയുന്നവയെല്ലാം ഇവര് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം എന്ത് പറഞ്ഞാലും ദൈവം പറയുന്നത് അതുപോലെ മനസ്സിലാക്കുന്നു, അതുപോലെ ചെയ്യുന്നു. ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിൽ ആത്മാവുണ്ട്, അവരുടെ ഉള്ളിൽ സഹായകനുണ്ട്. ദൈവം അരുൾ ചെയ്തവയെല്ലാം ആ സഹായകൻ അവരുടെ ഉള്ളിലിരുന്ന് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അവിടെ ഒരു സംശയങ്ങളും ഇല്ല അവർക്ക്. അവരൊരിക്കൽ പോലും ദൈവത്തിന്റെ വാക്കുകളെ സംശയിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. അവരൊരിക്കൽ പോലും ദൈവത്തിന്റെ വാക്കുകളെ ചോദ്യം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എവിടെയാണ്? ഈ ആത്മാവ് വന്നതിന് ശേഷം എല്ലാം അനുസരിക്കുന്നു. ദൈവം പറയുന്നു, അവരനുസരിക്കുന്നു. ദൈവം പറയുന്നു, അവരെ ചെയ്യുന്നു. ദൈവം എന്തൊക്കെ ആഗ്രഹിക്കുന്നു ആ വഴിയിലൂടെ മാത്രം അവർ മുന്നോട്ട് പോകുന്നു. ആ സമയത്തിന്റെ പേരാണ് പറുദീസ എന്ന് പറയുന്നത്. പറുദീസ അനുഭവം. ദൈവം ആഗ്രഹിക്കുന്നവ അതുപോലെ മനസ്സിലാക്കാനും അതുപോലെ അനുവർത്തിക്കുവാനും മനുഷ്യനുള്ള കഴിവിന്റെ പേരാണ് പറുദീസ അനുഭവം എന്ന് പറയുന്നത്. നമുക്കും ഉണ്ടായിരുന്നായിരിക്കാം. ആത്മാവ് ഉള്ളിലുള്ളപ്പോഴത്തേക്കും ഈ ഒരു അനുഗ്രഹം നമുക്ക് വേണം. ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ ദൈവം പറയുന്നത് മനസ്സിലാക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നോക്കിയാൽ മതി. പ്രാർത്ഥനകൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ആരാണ്? നമ്മൾ ദൈവവിശ്വാസികളാണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവവിശ്വാസി ആയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ വിചാരിക്കും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അത് ഓരോന്നും നേടിയെടുക്കുവാനായിട്ട് എനിക്ക് ദൈവത്തെ വേണം, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നു. അത് മൂന്നാമത്തെ കാര്യമാണ് ഈ ആവശ്യങ്ങൾ എന്നുള്ളത്. ഒന്നാമത് നീ ദൈവവിശ്വാസി ആയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദൈവവിശ്വാസിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ദൈവത്തെ മനസ്സിലാക്കുക. 2, ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ക്രിസ്തുവിനെ അനുകരിക്കുക, അനുഗമിക്കുക. ഇത് രണ്ടും കഴിഞ്ഞേ പ്രാർത്ഥനയ്ക്കുമായിട്ട് പോകാവുള്ളൂ. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടേ പ്രാർത്ഥനയായിട്ട് പോകുള്ളൂ. ഒന്നാമത്തെ ഏതാണ്? ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും വേണം. രണ്ടാമത്തെ എന്താണ്? നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുകയും അനുകരിക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടേ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ഈ ക്രിസ്തുവിനെ അനുഗമിക്കാനും അനുകരിക്കാനും ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കൂട്ടാൻ മാത്രമേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ. പ്രാർത്ഥിച്ച് കൂട്ടി പറ്റുന്നതെല്ലാം ഇങ്ങനെ മന്ത്രം പോലെ നേടിയെടുത്ത് നമുക്ക് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ വെഞ്ചരിപ്പ് വെക്കുമ്പോഴത്തേക്കും ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കും. ഓരോ നോമ്പിന്റെ സമയത്ത് ആവർത്തിച്ച് പറയുന്ന കാര്യം പരസ്പരം രമ്യപ്പെടുക എന്നുള്ളതാണ്. രമ്യപ്പെടാതെ ഈ നോമ്പ് അനുവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര ഉപവാസമാണ്, ഒത്തിരി നോമ്പൊക്കെ നോക്കുന്നൊക്കെയുണ്ട്, ഒത്തിരി ഭക്ഷ്യവസ്തുക്കളൊക്കെ വേണ്ടെന്നൊക്കെ വെക്കുന്നുണ്ട്, വർജിക്കേണ്ടവയെല്ലാം വർജിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഒഴിവാക്കാൻ സാധിക്കില്ല. 10-12 വർഷമായിട്ട് അയലോക്കക്കാരനുമായിട്ട് നിലനിൽക്കുന്ന വഴക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. 10-12 വർഷമായിട്ട് ബന്ധുക്കളുമായിട്ട് നിലനിൽക്കുന്ന വഴക്ക് ഉപേക്ഷിച്ചിട്ടുള്ള ഒരു നോമ്പ് ഉപവാസം വേണ്ട. ഞാൻ ചിലരോട് ചോദിക്കും, എത്ര നാളായി മുടങ്ങാതെ നോമ്പ് നോക്കുന്നു? 10-15 വർഷമായി മുടങ്ങാതെ നോമ്പ് നോക്കുന്നു. എത്ര വർഷമായി ആ വഴക്ക് തുടങ്ങിയിട്ട്? അതും 10-15 വർഷമായി തുടങ്ങിയിട്ട്. ആലോചിച്ച് നോക്കി, 10-15 വർഷമായിട്ട് നമ്മൾ തീറ്റി പോറ്റിക്കൊണ്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ നോമ്പും അനുഷ്ഠാനങ്ങളും എല്ലാം. മറ്റേ പറ്റത്തോടെ നമ്മൾ 2 മക്കളാണ് നമുക്കുള്ളത്. ഒന്ന് ഒരറ്റത്ത് നമ്മളിങ്ങനെ നോമ്പും പ്രാർത്ഥന എല്ലാം പോറ്റി വളർത്തിക്കൊണ്ട് വരും, മറ്റേ ഭാഗത്ത് നമ്മളിങ്ങനെ ഇത് വിദ്വേഷം വൈരാഗ്യങ്ങളും താലോടിച്ചുകൊണ്ടിരിക്കും. അത് ഉപേക്ഷിക്കണം. അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ വേദനയാണ്. അതുകൊണ്ട് അതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എത്രയോ നോമ്പ് കാലങ്ങളിൽ എത്രയോ വീടുകളിൽ പല ആവർത്തി കയറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചെങ്കിലും മാറ്റം ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ വീട് വെഞ്ചരിപ്പ് ആരംഭിക്കുമ്പോഴത്തേക്കും ഓരോ ദിവസവും ഓരോ കൂട്ടായ്മയ്ക്ക് നൽകിയിരിക്കുകയാണ്. അപ്പം അതിന്റെ പല ഒരുക്കങ്ങളുടെ സ്റ്റേജായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒന്നാമത്തത് എല്ലാ ആൾക്കാരും, അതായത് ഏത് കൂട്ടായ്മയാണ് വെച്ചിരിക്കുന്നത്, ചെറിയ ഇടവകയാണ്, 100 വീട്ടുകാരേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് അത് 9 കൂട്ടായ്മയായിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഒരു കൂട്ടായ്മയിൽ അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ ഒരു 10-11 വീട്ടുകാർ കാണും, അല്ലെങ്കിൽ മാക്സിമം 12 വീട്ടുകാർ. അവരോട് ഞാൻ പറഞ്ഞു, എന്നാണോ വെഞ്ചരിക്കുന്നത് അന്ന് രാവിലെ എല്ലാവരും പള്ളിയിൽ വരണം. വീട്ടിലുള്ള എല്ലാവരും പള്ളിയിൽ വരണം. അവരെല്ലാവരും കുമ്പസാരിക്കണം.
2 സമയമാണ് കുമ്പസാരിക്കാനുള്ളത്. ഒന്ന് 5:45 ഒരു 6:30 വരെയുള്ള സമയത്ത് വിശുദ്ധ കുമ്പസാരം. ആ സമയത്ത് ആരാധന എഴുന്നേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം 6:30 മുതൽ കുർബാന ആരംഭിക്കും. കുർബാന തീർന്നും 8:30 വരെ അവിടെ തന്നെ കാണും. കുമ്പസാരിച്ചിട്ട് പോകാം. എല്ലാവരും കുമ്പസാരിച്ചേ പറ്റുള്ളൂ. കുർബാനയും എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. അന്നത്തെ ദിവസം നിർബന്ധമായിട്ട് കുർബാന കാണണം. ഇനി ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ വീടിന്റെ പടിക്കൽ ചെന്ന് ഞാൻ ചോദിക്കും. വീടിന്റെ പടിക്കൽ നിന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയാണോ നിൽക്കുന്നത്? ഈ വെഞ്ചരിപ്പിന് വേണ്ടിയിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങിയോ? കുമ്പസാരം നടത്തിയോ? കുർബാന സ്വീകരിച്ചോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ആരെങ്കിലും പറയുവാണ്, കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തി പറയുവാണ്, ഇല്ല, ഒരുങ്ങിയിട്ടില്ല, കുമ്പസാരിച്ചില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ലെന്ന് പറയുവാണെങ്കിൽ പറയും, നിങ്ങളുടെ ഭവനം ഈ ഒരു വെഞ്ചരിപ്പിന് ആത്മീയമായി ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, ഒരുക്കം പൂർത്തിയാക്കിയതിന് ശേഷം എന്നെ വിളിക്കുക, ഞാൻ വന്ന് വെഞ്ചരിച്ചു തരാം. അങ്ങനെ ആ വീട് വെഞ്ചരിക്കാൻ നമ്മൾ അടുത്ത ഭവനത്തിലേക്ക് പോകും. ഇനി അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ കുമ്പസാരവും കുർബാനയൊക്കെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ അയലോക്കമായിട്ടുള്ള ബന്ധം ഇങ്ങനെ നിന്നിട്ട് കുമ്പസാരിച്ചിട്ടും കുർബാന ചെയ്തിട്ടും വല്ല കാര്യമുണ്ടോ? രാവിലെ ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിക്കും. പക്ഷെ അപ്പുറത്തോട്ട് വിദ്വേഷം ഉണ്ടല്ലോ, ആ ഒരു മേഖലയിൽ കുമ്പസാരം തൊടത്തില്ല. ബാക്കി എല്ലാ സ്ഥാനവും കള്ളം പറഞ്ഞ, കുറ്റം പറഞ്ഞ്, പരാതി പറഞ്ഞ്, ഇങ്ങനെ ഈ സ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ തൊട്ടപ്പുറത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വിദ്വേഷമുണ്ട്. കുമ്പസാരക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരത്തില്ലേ? അതങ്ങ് മറച്ചു വെച്ചിട്ടങ്ങ് കുമ്പസാരം നടത്തും. അതങ്ങ് മറച്ചു വെച്ച് സൗകര്യപൂർവ്വം അങ്ങ് ഉപേക്ഷിക്കും. കാരണം എന്താ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പറഞ്ഞാലോ പ്രായശ്ചിത്തമായിട്ട് അതങ്ങ് ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണിയാകത്തില്ലേ, ആ കുമ്പസാരം വെറുതെ ആയി പോകത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ വീട്ടിൽ വെഞ്ചരിക്കാൻ കയറുമ്പോഴത്തേക്കും ആ വീട്ടുകാർ അതിന് മുമ്പത്തെ വീട്ടിലും വരണം, അതിന് ശേഷമുള്ള വീട്ടിലും വരണം. അതുകൊണ്ട് ഒരു വീട്ടില് ഞാൻ വെഞ്ചരിപ്പ് നടത്തുമ്പോഴത്തേക്കും 3 വീട്ടുകാർ അവിടെ ഉണ്ടായിരിക്കണം. ആദ്യം വീടിന്റെ വെഞ്ചരിപ്പ് എല്ലാം തുടങ്ങും. വീടിന്റെ വെഞ്ചരിപ്പിന് ശേഷം ആശീർവാദ കർമ്മത്തിന് മുമ്പായിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സമാധാന ആശീർവാദമുണ്ട്. ഈ സമാധാന ശുശ്രൂഷയ്ക്ക് ശേഷം മാത്രമായിരിക്കും വീട് വെഞ്ചരിച്ച് സമാപന ആശീർവാദം നൽകുന്നത്. ഏതെങ്കിലും വ്യക്തികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നെ അറിയിക്കണം. അവരുടെ വീട്ടിലേക്ക് വെഞ്ചരിക്കാൻ വരില്ല. കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രഹസനം പോലെ കയറി ഇറങ്ങി വെഞ്ചരിച്ചിട്ട് പോയിട്ടൊരു കാര്യവുമില്ല. ഒരു പ്രസംഗം പോലെ വെഞ്ചരിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം ആരെങ്കിലും മനുഷ്യനുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കണം. മനുഷ്യനുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. അടുത്തത്, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കും ദൈവം നമ്മളെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആദത്തിലേക്ക് ദൈവം ആത്മാവിനെ നൽകിയതിനു ശേഷം, അവനെ ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുത്തിയതിനു ശേഷം ദൈവം കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഈ സൃഷ്ടികർമ്മങ്ങളെ മുഴുവനും നീ നോക്കി നടത്തണം. അവനോട് ഏൽപ്പിക്കുന്നത്, അവനെ ഒന്നൊന്നായിട്ട് പറഞ്ഞേൽപ്പിക്കുകയാണ്. ഈ സൃഷ്ടികർമ്മങ്ങളെ മുഴുവൻ നീ നോക്കി പരിപാലിക്കണം, നീ അവരെ സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് മനുഷ്യനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. ദൈവമായ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരു പങ്ക് ഞാൻ നിനക്ക് നൽകുകയാണ്. ദൈവിക ഉത്തരവാദിത്തങ്ങളിൽ നീ പങ്കുചേരാനായിട്ട് നീ സ്വീകരിച്ച ആത്മാവിനാൽ നീ യോഗ്യനായിരിക്കുന്നു. നിന്റെ ഉള്ളിലേക്ക് നാസാരന്തരങ്ങളിലേക്ക് ഞാൻ ഊതി നൽകിയ ആത്മാവിനെ നീ സ്വീകരിച്ചത് കൊണ്ട് എന്തിനു നീ യോഗ്യനായിരിക്കുന്നു? ദൈവികമായി ഞാൻ സൃഷ്ടികർമ്മത്തിലൂടെ സൃഷ്ടിച്ച ഇവയെ പരിപാലിക്കുക എന്നുള്ള എന്റെ കർമ്മത്തിലും എന്റെ ദൗത്യത്തിലും നിന്നെ ഞാൻ പങ്കുചേർക്കുകയാണ്. നിന്നെ ഞാൻ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിൽ ഞാൻ ഇവരുടെ ദൈവമായിരിക്കും, എന്നാൽ ഭൂമിയിൽ നീ ഇവരുടെ ദൈവമായിട്ട് വാഴണം. ഇതേ കാര്യം കുടുംബനാഥയോടും പറയുന്നുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ട് സൗഹൃദങ്ങളുടെ പേരിൽ ചില മദ്യപാനോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റാത്ത കുടുംബനാഥന്മാരോ അല്ലെങ്കിൽ ചില തിന്മകൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത കുടുംബനാഥന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ട് നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നിന്നെ ദൈവം കൗതാശികമായിട്ട് ഒരുമിച്ച് ചേർക്കുകയും ആത്മാവിനെ നൽകുകയും ചെയ്തുവെങ്കിൽ ആദത്തിനെ ഏൽപ്പിച്ചതുപോലെ ഒരു ഉത്തരവാദിത്വ ദൈവം നിന്നെ ഏൽപ്പിക്കുന്നുണ്ട്. എന്താണ്? ഞാൻ സൃഷ്ടിച്ച നിന്റെ കുടുംബം, എന്റെ ഏദൻ തോട്ടമായ നിന്റെ കുടുംബം, അതിൽ ഞാൻ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന നിന്റെ മക്കൾ, ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനാണ് അവരെ നോക്കേണ്ടത്. പക്ഷേ എന്റെ ആത്മാവിനെ നീ സ്വീകരിച്ചതുകൊണ്ട് അവയെ നോക്കുവാനുള്ള ദൈവികമായ ഉത്തരവാദിത്തത്തിന്റെ ഒരു പങ്ക് ഞാൻ നിനക്ക് തരുന്നു. ദൈവികമായ ഉത്തരവാദിത്തത്തിന്റെ ഒരു പങ്ക് ഞാൻ നിനക്ക് നൽകുന്നു. ആത്മാവിനെ, ഞാൻ നൽകിയ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചാൽ ഈ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. ആത്മാവിനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എപ്പോഴാണോ ഇവർ തിന്മയോട് സംസാരിച്ചത്, എപ്പോഴാണോ ഹവ്വ ചെന്ന അശുദ്ധാത്മാവരോട് സംസാരിച്ചത്, അവിടെ ആത്മാവ് അവരിൽ നിന്നില്ലാതെയായി. അശുദ്ധാത്മാവ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അശുദ്ധാത്മാവിന്റെ വചനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ആത്മാവിന്റെ വാക്കുകൾ അവരോട് അസ്തമിക്കുകയും ചെയ്തു. സംഭവിച്ചതെന്നാണ്? ഉത്തരവാദിത്തങ്ങൾ എടുത്തു മാറ്റി.
ഉത്തരവാദിത്തങ്ങൾ എടുത്തു മാറ്റി. നിന്റെ ഉള്ളിൽ ആത്മാവ് നഷ്ടപ്പെട്ടതിനാൽ, നീ ഞാൻ നൽകിയ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കുവാൻ നീ പര്യാപ്തനല്ല എന്ന് കണ്ടതിനാൽ ഞാൻ നിന്നെ പർദീസയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നു. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം നിന്നെ നിഷ്കാസനം ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്നാലോചിച്ച് നോക്കി, ദൈവിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടും ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ദൈവിക ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സ്വയം ഒഴിവായി പോവും. എപ്പോഴാണ് ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവമാണത്. ദൈവിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഒഴിവാക്കപ്പെടും. ഇനി ചില കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടാൻ തുടങ്ങും. ഒന്നാലോചിച്ച് നോക്കി, ആത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? ഇതെല്ലാം നിന്റേതാണ്. ആത്മാവ് സ്വീകരിച്ച മനുഷ്യനോട് ഏദെൻ തോട്ടത്തിലെ ഓരോന്നിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറയുകയാണ്, ഇതെല്ലാം നിന്റേതാണ്. ആ നടുവിലത്തെ വൃക്ഷമൊഴിയെ ബാക്കി എല്ലാം നിനക്ക് ഭക്ഷിക്കാം. നിനക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി തരികയാണ്. എല്ലാ സ്വാതന്ത്ര്യവും അവൻ തന്നു. ഒന്നും നിഷേധിക്കാതെ അവൻ പരിപൂർണ സ്വാതന്ത്ര്യം നൽകും. എപ്പോഴാണ്? ഉള്ളിൽ ആത്മാവിനെ സ്വീകരിച്ച അവസ്ഥയിൽ നമ്മൾ നിന്നപ്പോൾ. നിന്റെ ഉള്ളിൽ ആത്മാവിനെ സ്വീകരിച്ച അവസ്ഥയിൽ നീ എപ്പോഴൊക്കെ വ്യാപരിക്കുന്നോ അപ്പോഴെല്ലാം ദൈവം നൽകുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും. അവനൊന്നും നിഷേധിക്കുന്നില്ല, അവനെല്ലാം അനുഭവിച്ചു തരുന്നു. ഇനി അതിനുശേഷം സംഭവിച്ചത് എന്താണ്? എന്നാണോ ആത്മാവ് നഷ്ടപ്പെട്ടത്, എന്നാണോ അശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്, വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് പറഞ്ഞു, അവനെ പർദീസയിൽ നിന്ന് പുറത്താക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് പുറത്താക്കുന്ന പറയുന്നത്? പർദീസയിൽ നിന്ന് അവനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ കൈവച്ച അവൻ ഇതോടുകൂടി നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ കൈവച്ച അവൻ അങ്ങനെ അറിവുള്ളവനായി. ഇനി അവൻ ജീവന്റെ വൃക്ഷത്തിൽ കൈവച്ച് അമർത്യനായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എന്തുകൊണ്ടാണ്? ഇവൻ വ്യക്തമായിട്ട് ദൈവിക വെളിപാടുകൾ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റാത്തവൻ ഇനി അമർത്യതര വൃക്ഷത്തിൽ കൂടി കൈവച്ചു കഴിഞ്ഞാൽ അവൻ വലിയ ദോഷമായിട്ട് മാറും ജീവിതത്തില്. അവൻ വലിയ വിപത്തായിട്ട് മാറും ജീവിതത്തില്. അതുകൊണ്ട് എന്താ ചെയ്തത്? ആ ജീവന്റെ വൃക്ഷം ദൈവം അവന് നിഷേധിച്ചു. ജീവന്റെ വൃക്ഷം അവന് നിഷേധിക്കപ്പെട്ടു. അവൻ മരണത്തിന് അർഹനായിട്ട് മാറുകയും ചെയ്തു. ആലോചിച്ച് നോക്കി, അതുവരെ ഒന്നും നിഷേധിക്കപ്പെടാത്ത മനുഷ്യൻ അവിടെ വെച്ച് ദൈവം അവന് ചിലതൊക്കെ നിഷേധിക്കുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലതും നിഷേധിക്കപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എണീക്കാം. ഒരിക്കൽ കൂടി എഴുന്നേറ്റ് ആത്മാവ് നഷ്ടപ്പെട്ട രീതിയിലും ആത്മാവിനെ പരിപാലിക്കുന്ന രീതിയിലും നമ്മൾ ജീവിക്കുന്നതിൽ പരാജയപ്പെട്ട പോയ സമയങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കാം. എന്നാലോചിച്ച് നോക്കി, ആദത്തിലേക്ക് ദൈവം ആത്മാവിനെ നൽകി. ആ ആത്മാവിൽ നിന്ന് ഹവ്വായ്ക്ക് രൂപം നൽകി. ആ ഹവ്വായെ നോക്കിക്കൊണ്ട് ആദം പറയുന്ന ഒരു വാക്കുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാക്കാണ് അവൻ പറഞ്ഞത്. ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥി, ഇതാ എന്റെ മാംസത്തിന്റെ മാംസം. എന്നുവെച്ചാൽ അവൾ എന്റെ സ്വന്തമാണ്. ഉള്ളിൽ ആത്മാവുണ്ടായിരുന്നപ്പോൾ ദൈവം ഏകനായിരിക്കും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തിയവൾ അവന്റെ സ്വന്തമായിരുന്നു. അസ്ഥിയുടെ അസ്ഥിയായിരുന്നു, മാംസത്തിന്റെ മാംസമായിരുന്നു. എന്നിൽ നിന്നും വേർപിരിച്ചെടുക്കാനാവാത്ത രീതിയിൽ അവൾ എന്റെ സ്വന്തമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ ഉണ്ടായ തിരിച്ചറിവാണ്. ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുമ്പോഴത്തേക്കും നിനക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. കൂടെ ജീവിക്കുന്നവൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, എന്റെ മാംസത്തിന്റെ മാംസമാണ്. ഒരിക്കലും പറിച്ചറിയാനാവാത്ത രീതിയിൽ പറിച്ചെടുക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അദമ്യമായ വേദന അനുഭവപ്പെടുന്ന ഒരു ബന്ധമായിട്ട് അത് നിൽക്കുന്നത് നിന്റെ ഉള്ളിൽ ആത്മാവ് ഉള്ളപ്പോഴത്തേക്കുമാണ്. ഇനി ആ ആത്മാവ് അങ്ങ് പോയി, ഉള്ളിന്റെ ഉള്ളിലേക്ക് അശുദ്ധാത്മാവ് കടന്നുകൂടി. അവൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ മറന്നു. ഇത്രയും നേരവും അവൻ നരനിൽ നിന്ന് ജനിച്ച നാരിയാണ് ഇവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് ഇറക്കിയ അവൻ പെട്ടെന്ന് പറയാണ്, നീ എനിക്ക് തന്ന ആ സ്ത്രീ എന്ന ഈ വാക്ക് മാറ്റം നോക്കണം. ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുടുംബത്തിനുള്ളിൽ സംസാര രീതി വന്ന മാറ്റം നോക്കണം. അതുവരെ എന്റെ അസ്ഥിയുടെ അസ്ഥി, എന്റെ മാംസത്തിന്റെ മാംസം നിന്ന് സ്നേഹത്തോടുകൂടി അവളെ വിളിച്ചവൻ, നീ എനിക്ക് തന്ന സ്ത്രീ, ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ത്രീ, നീ എനിക്ക് തന്നു, ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ത്രീ. ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു. അതുപോലെ അതുവരെ പറിച്ചിടാനാവാത്ത പല ബന്ധങ്ങളും അവസാനിക്കുന്ന ഈ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കുമാണ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഓരോ മേഖലകളെ വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ നിമിത്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ പാപ സാഹചര്യങ്ങൾ നിമിത്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പറിച്ചറിയാനാവാത്ത ഏതെങ്കിലും പാപങ്ങൾ എത്രയോ വർഷമായിട്ട് ഞാൻ കൈകാലുകൾ കുത്തി ജീവിക്കുന്നു. എത്രയോ പേരെന്റെ മുമ്പിൽ കണ്ണുനീർ കരഞ്ഞ് കരഞ്ഞൊഴുകിയിട്ടുണ്ട്. എന്റെ ജീവിത പങ്കാളി എന്റെ ദുശീലങ്ങളുടെ മുമ്പിൽ
നിന്ന് കണ്ണീരൊഴുക്കാൻ തുടങ്ങി എത്ര നാളായി. എന്റെ അക്രമത്തിനും എന്റെ പീഡനങ്ങൾക്കും ഇരയായിട്ട് കൈകൂപ്പി അവൾ എത്രയോ നാളുകൾ എന്റെ മുമ്പിൽ നിന്നു. എന്റെ കുടുംബത്തിലൂടെ എന്റെ മക്കളെ ഓർത്ത് മാത്രം എന്നെ ഉപേക്ഷിക്കാതെ എന്റെ ജീവിത പങ്കാളി എത്രയോ നാളുകളായി നരകയാതനയുടെയും പ്രശ്നങ്ങളുടെയും കടന്നു പോകുന്നു. ആ കണ്ണീര് കണ്ടിട്ടും എന്റെ ദൈവം എന്റെ പക്കലേക്ക് ചേർത്ത് നിർത്തിയ അവളുടെ കണ്ണീര് കണ്ടിട്ടും എന്റെ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്റെ പക്കലേക്ക് നൽകിയത് എന്റെ സൗഹൃദങ്ങളല്ല, നേരെ മറിച്ച് എന്റെ ജീവിത പങ്കാളിയാണ്. എന്റെ സൗഹൃദങ്ങളും അവർ വെച്ച് നീട്ടുന്ന ദുശീലങ്ങളുടെയും പേരിൽ എന്റെ ജീവിത പങ്കാളിയെ തള്ളിപ്പറയുകയും അവളെ ഞാൻ ഉപദ്രവിക്കുകയും യാതൊരു രീതിയിലുള്ള വില കൊടുക്കാതെ അമൂല്യമായ ഒരു വസ്തുവായ എന്റെ ജീവിത പങ്കാളിയെ യാതൊരു മൂല്യങ്ങളും നൽകാതെ ഞാൻ പരിഗണിച്ചു പോയ നിമിഷങ്ങളെല്ലാം ഞാൻ പാപത്തിൽ വ്യാപരിക്കുകയായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട മേഖലകളാണ്. എന്റെ ജീവിത പങ്കാളിയും മക്കളും എല്ലാവരും ഏറ്റവും അരൂപിയിൽ ജീവിക്കുമ്പോഴും ഞാൻ എന്ന കുടുംബനാഥനിലൂടെ കടന്നു വരുന്ന ചില അശുദ്ധാത്മാവ് എന്റെ കുടുംബത്തിൽ കയറി ഇരിപ്പുറപ്പിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു. എല്ലാ ദിവസവും ജീവിതത്തിൽ കണ്ണുനീരും വ്യാധികളും മാത്രമാണ്. എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമില്ല. സ്കൂളിൽ പോയി പകുതി മനസ്സോടെയാണ് അവർ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൻ ഏത് കോലത്തിനായിരിക്കണം, അമ്മയും അപ്പനും തമ്മിൽ സംസാരങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ലാതെ ഇങ്ങനെ പകുതി മനസ്സോടുകൂടി കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ടോ? അതിനെല്ലാം കാരണം എന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ചില മേഖലകളാണ്. കുടുംബത്തിലെ ആത്മാവ് നഷ്ടപ്പെട്ട എല്ലാ മേഖലകളും തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും ജീവിക്കാനുള്ള പരിശ്രമം നമുക്ക് നടത്തുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച കൈകളിൽ നിങ്ങളുടെ കുടുംബമുണ്ട്. മറ്റേ കരം ദൈവത്തിന്റെ പക്കലേക്ക് വിരിച്ചു പിടിക്കുക. എന്നിട്ട് അതിനുശേഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. ഈ ഒരു സമയത്ത് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന അതുപോലെ ഏറ്റുചൊല്ലുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബത്തിലെ എല്ലാ തിന്മകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബത്തിലെ എല്ലാ അശുദ്ധികളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബത്തിലെ എല്ലാ ദുശീലങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ കുടുംബത്തിലെ എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളിലെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ വൈകല്യങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജോലിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത എല്ലാ അവസ്ഥകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ദുഷ്ടാരൂപികളും പരാജയപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തിന്മയുടെ ശക്തികളും ഇറങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യാശയുണ്ടെങ്കിൽ ദൈവത്തെ